ഹലോ ഗുഡ് ഈവനിങ്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കടായി ചിക്കനാണ് ആക്കാൻ പോണത്. അപ്പോൾ മസാല ഇടാൻ ഇപ്പോൾ പണ്ടാരി ഇവിടെ തന്നെ റെഡി ഉണ്ട്. അപ്പുറത്തെ മെമ്പറുടെ പാത്രം കഴിയുകൊണ്ട് അപ്പോൾ നമുക്ക് നേരെ കടായി ചിക്കൻ ഇതാക്കണ ഇതിലോട്ട് പോകാം. ഒരു 5 മിനിറ്റ് ലേറ്റായത് കൊണ്ട് ഒരു ഉള്ളി തക്കാളി എല്ലാം വാട്ടിയെടുത്തിന് അത് ഞാൻ കാണിച്ചു തരാം. വേറെ മസാല ഒന്നും ഇട്ടെന്നിട്ടില്ല, ഉള്ളി തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതാ ഉള്ളി തക്കാളി കരിവേപ്പില പച്ചമുളക് ഇട്ടിട്ട് നല്ലങ്ങോട്ട് മൂപ്പിച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പണ്ടാരി തിരിച്ചും മറച്ചുകൊണ്ട് ഇളക്കി ഒടിക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, വെറുതെ ഇരിക്കണം പൂച്ചനെ അങ്ങോട്ട് വിളിച്ചെടുപ്പിച്ചതാ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫുഡ് അങ്ങോട്ട് കൊടുക്കാം. പണ്ടാരിക്ക് പറയാനൊന്നും മണിയുണ്ട്. അപ്പോൾ നല്ല പച്ച കരിവേപ്പില കൊണ്ടിട്ടിന് എന്നിട്ട് അതെല്ലാം അങ്ങോട്ട് ഉടഞ്ഞ് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പണ്ടാരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂത്തി ചതച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ കറണ്ടില്ല, ഇൻവേർട്ടറിലാണ് ഉടനെ, അപ്പോൾ മിക്സി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെ പണ്ടത്തെ കുത്തി ചതക്കണ മിഷനിലാണ് കുത്തി ചതക്കണേ. അപ്പോൾ കുത്തി അടുത്തത് ഇഞ്ചി കൊണ്ട് ഞങ്ങൾ ജാറിലോട്ടാണ് ചേർത്ത് കൊടുത്തിന്. അതിനും കുത്തി ചതച്ചെടുക്കിട്ട് ഇതാ ബാൻഡേഡ് സെറ്റും തുടങ്ങി. അടുത്ത പള്ളിപ്പെരുന്നാൾ കൂട്ടിയിട്ട് പോകാനുള്ളതാ. അപ്പം അപ്പോൾ അതും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 20 ഗ്രാം ഉണ്ടാവോ? അപ്പോൾ ഇത് 20. അപ്പോൾ രണ്ടും കൂട്ടി 40 ഗ്രാമാണ്. രണ്ടും കൂട്ടി 40 ഗ്രാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത് എന്തോ യൂസ് കേട്ടല്ലോ? ശരി, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത് ടേസ്റ്റിനാണ്. അത്ര നല്ല ടേസ്റ്റ് കിട്ടാൻ. ഇതാ നമ്മുടെ മെമ്പർ ചിക്കനെ തിരിച്ചു മറിച്ചും കൈകെല്ലാം എടുക്കുന്നുണ്ട്. ഫുള്ള് സ്കിന്നൊന്നും ഉണ്ടാകാൻ പാടില്ല, നെയ്യൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഫുൾ അത് ക്ലീനിങ് വർക്കാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിന്. ഇത് വീട്ടിൽ നിന്നേ പൊടിച്ചതാ, ഇവിടെ നിന്ന് മേടിച്ചിട്ട് അങ്ങനെ പൊടിച്ച് വെച്ചതാ. അപ്പോൾ ഫ്രഷ് കുരുമുളക് പൊടി. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് അങ്ങോട്ടോട്ട് തിരിച്ച് മറിച്ച് ഇളക്കി മിക്സ് ആക്കുക. എന്നിട്ട് കുറച്ച് മുളകും പൊടി, ആവശ്യത്തിന് മുളകും പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നല്ലോണം മിക്സ് ആക്കുക. ഇവിടെ ഈസ്റ്ററൊന്നുമില്ല, ഇപ്പോൾ ഫുൾ RCM. കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂൺ. ആ പണ്ടരി ആക്റ്റീവായി തുടങ്ങി. അടിപ്പിടിക്കാൻ പാടില്ല, അടിപ്പിടിച്ചാൽ ഫുൾ ടേസ്റ്റേ മാറിപ്പോവും. കാരണം അതിൻ്റെ സ്മെല്ലും ഇതും പറഞ്ഞിട്ട് ഫുൾ ടേസ്റ്റേ മാറിപ്പോവും. അടിപ്പിടിക്കാതെ നോക്കുക. എന്താ അവിടെ എത്തി നോക്കാൻ മെമ്പറുണ്ട്. എരിവ് മതിയോ നോക്കാനാണ് മെമ്പർ ഞങ്ങളുടെ അടുത്ത്. ഉപ്പില്ല, ഉപ്പ് പിന്നെ ചിക്കനിൽ ഇട്ട് കഴിഞ്ഞിട്ട് സെറ്റ് ആക്കുള്ളൂ. ഉപ്പിനെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ചിക്കൻ കൊണ്ടിട്ട് കൊടുക്കുക. തീ കൂട്ടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാവണം. അടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ചിക്കൻ കൊണ്ടിട്ട് വിടുക. വെള്ളമെല്ലാം നല്ല എന്താ മൈന് പറയാം, വെള്ളം പോകണേന് വെള്ളം നല്ല പീഞ്ഞെടുക്കുക. എന്നുവെച്ചാൽ അമർത്തി വീരരുത്, തുണി വീണ പോലെ. കോഴിക്കടക്കായ ചതിച്ച് ഇല്ല. എന്നിട്ട് അത് നല്ല ചിക്കനൊക്കെ നല്ല മസാല പിടിക്കണ പോലെ നല്ല കൊണ്ട് മിക്സ് ആക്കുക. എത്ര ഉള്ളി ഇട്ടിട്ടുണ്ടാവും? 4 സവാളയാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി 4 സവാള 5 തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാ. മസാല എല്ലാം നല്ല കൂടെ പിടിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ബന്ധ് സെറ്റ് ആവണം. അപ്പോൾ വേഗം ആവശ്യത്തിന് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുത്തിന്. വേഗം ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ വെള്ളം. അതൊക്കെ ഉണ്ടാവും, അത് വീഡിയോയിൽ അതൊക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണ്ടേരിൻ്റെ കോമഡിയൊക്കെ ഉണ്ടാവും. പക്ഷെ കാശിന് കൊള്ളില്ലാത്ത കോമഡികളാണ് പറയുക. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ കടായി അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഒരു 4-5 തിളച്ച സാധനം സെറ്റാവും. അതാ അപ്പോൾ മൂടി വെച്ചിന്. മൂടിയൊക്കെ വെച്ചാൽ ആവിയെല്ലാം അതിൽ സ്റ്റോറായിട്ട് നല്ല പാല് ബന്ധു കിട്ടും. മൂടിയൊക്കെ ഇട്ടുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് എന്നിട്ടാണ് മൂടി വെക്കുക. ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാൻ പണ്ടതിൻ്റെ തീരുമാനം.
ഒന്ന് മൂടി വെക്കുക. അമർത്തി മൂടി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ കടായി ചിക്കൻ ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വേകാനുണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. മസാല എല്ലാം പിടിച്ചിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെ ചേർക്കണ്ടേ? ഇനി മല്ലിച്ചപ്പ് ചേർക്കാറുണ്ട്. മല്ലിച്ചപ്പ് പറഞ്ഞത് എൻ്റെ ഏട്ടൻ്റെ അടുത്താണ്. ഇതുവരെ വീട് എത്തിയിട്ടില്ല. എത്ര മണിക്ക് എത്തുന്നൊന്നും അറിയില്ല. മിക്കവാറും 10 മണീൻ്റെ ഉള്ളിൽ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെയും മൂടി വെച്ചിട്ടുണ്ട്. മീൻസ് അതാ കടായി ചിക്കൻ ഒരുമാതിരി റെഡിയായ പോലെ ഉണ്ട്. ആയിട്ടില്ല, ഇനിയും വേണം. അപ്പോൾ ഇനിയും വേണം. തന്നെ എടുക്കും ഇനി. ഇനിയൊരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് ബന്ധ് സെറ്റാണെന്നാണ്. മല്ലിച്ചപ്പും കൊണ്ട് ആൾ ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങളുടെ മോൻ എത്ര മണിക്ക് വരുമെന്നൊന്ന് പറയാൻ പറ്റുമോ? വന്നാ വേമര ഉള്ളിലോട്ട് ആൾ മാറിപ്പോയത് അമ്മയ്ക്ക് ബൈക്കിൻ്റെ ചേട്ടപ്പോൾ മോന് വന്നെന്ന് വിചാരിച്ച് തരല്ല. അതൊക്കെ ഉണ്ടാവും. അപ്പോൾ മല്ലിച്ചപ്പം കൊണ്ട് ഏട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പണ്ടായി ചെയ്ത മല്ലിച്ചപ്പല്ല നല്ല കുണുണാന്ന് അരിയുന്നുണ്ട്. കുണുണാന്ന് കഴിഞ്ഞിട്ട് നല്ല സെറ്റാക്കി വെക്കുകയാണ്. ഇത് ഓപ്പണാക്കിയിട്ടിടാൻ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. എണ്ണ ഫുൾ മൂടിൻ്റെ സൈഡായി, ചെറിയ മൂടിയായിപ്പോയി. അപ്പോൾ അതാ അപ്പോൾ തിളക്കിന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ ഫുള്ള് ലോ ഫ്ലെയിമാണ്. അപ്പോൾ അതാ അതിന് മേലെ കുറച്ച് മല്ലിച്ചപ്പോണ്ട് വാരി വെതറി കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം തിരിച്ചും മറിച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പുളിക്ക് നല്ലൊരു പഴുത്ത ചെറുനാരങ്ങ പിഴിയുന്നുണ്ട്. പുളിക്ക് വേണ്ടിയിട്ടാണ്. എന്നാലേ ടേസ്റ്റിന് എല്ലാത്തിനും ഒരു ഈക്വൽ ആവുള്ളൂ. ടേസ്റ്റ് അല്ലോ എരിവും പുളിയും ഉപ്പെല്ലാം ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ പിഴിയണത്. അപ്പോൾ പണ്ടായി പറഞ്ഞാൽ ചെറുള്ളി പിഴിഞ്ഞാൽ വയറിന് നല്ല എഫക്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലർക്ക് ചിക്കൻ തിന്നു കഴിഞ്ഞാൽ വയർ ചൂടാകൽ അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ചെറുള്ളി പിഴിയുക. അതും ഒന്ന് തിരിച്ചു മറിച്ച് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ചിക്കൻ കടായോട്ട് റെഡി ആയിട്ടുണ്ട്. പണ്ടായി പറഞ്ഞത് ഇത് ഓഫാക്കാൻ ഇനി മതി വന്നത്. അപ്പോൾ സൈഡിൽ ഇതെല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് അതുകൊണ്ട് ഫ്ലെയിം ഔട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, ഡൺ. പണ്ടായി ഡൺ കാണിച്ച്. അപ്പോൾ ഫ്രണ്ട്സ് ടേസ്റ്റ് നോക്കാൻ എൻ്റെ ചേട്ടായി പറഞ്ഞ ആൾ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് കറക്റ്റ് എത്തിയിട്ടുണ്ട്. പറഞ്ഞില്ല, ഫസ്റ്റേ പറഞ്ഞില്ല 10 മണിക്ക് എത്തുള്ളൂ എന്ന്. അപ്പോൾ ചേട്ടായി ടേസ്റ്റ് നോക്കിയിട്ട് പറയാൻ എങ്ങനെ ഉണ്ടെന്ന്. ആ നോക്ക്. ബോഡി ഒന്നും കണ്ട് പേടിക്കുന്നുണ്ടാ ജിമ്മ. സൂപ്പറാ, അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ശരി ഫ്രണ്ട്സ്, വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം.